ഓരോ യാത്രകളും നമുക്ക് നൽകുന്നത് ഓരോ അനുഭവങ്ങളാണ് കേട്ടോ. ഓരോ അനുഭവങ്ങളും ഓരോ സുഹൃത്തുക്കളാണ് നമുക്ക് നൽകുന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള ആ അനുഭവങ്ങൾ തേടി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെ അറിയാമോ? തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം നോക്കി, ആ സ്ഥലത്തിന്റെ ഭംഗി നോക്കി. ഞാൻ വന്ന ബൈക്ക് താല്പര്യമുണ്ട്. ആ ബൈക്കിലാണ് വന്നത്. ഈ സ്ഥലം എവിടെ അറിയാമോ? ഇതാണ് തെല്ലന്തി. തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ്. കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെല്ലന്തി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു അതിമനോഹരമായ ഒരു ഒരു കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഗ്രാമങ്ങളിലൊക്കെ കുറച്ച് കറങ്ങിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ നല്ല അരിപ്പുളിയുള്ള ഞാനിപ്പം ഈ തെല്ലന്തിയിലോട്ട് ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട്. ആ തെല്ലന്തി എന്ന ഗ്രാമത്തെ കുറിച്ചുള്ള ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു കുളമാണ് കേട്ടോ. ഈ കുളത്തിന്റെ സൈഡിൽ നിൽക്കുന്നത് എന്ത് സൈലന്റ് ആയിട്ടെന്ന് അറിയാമോ? നോക്കിയാൽ ഇതാ കുളം കേട്ടോ. ഈ കുളത്തിന്റെ സൈഡിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കന്യാകുമാരി നാഷണൽ ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഈ തെല്ലന്തി വരെ എത്താൻ വേണ്ടി 2.5 മണിക്കൂറാണ് ഗൂഗിളിൽ കാണിച്ചത്. ഞാനിപ്പോ ഏകദേശം ഇവിടെ കളിയിക്കവിള ആവാറായി. ഇപ്പൊ കളിയിക്കവിള ആണ് നമ്മളെ ബോർഡർ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ കാണിച്ചുതരാം. കളിയിക്കവിള പിന്നെ ചെറിയ മഴയുടെ കോളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന്. അവിടെ ഈ കനാലിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുളിക്കാനൊക്കെ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ആ സ്ഥലം ഇപ്പോഴൊന്ന് ഫേമസ് ആയി വരുന്നതേ ഉള്ളൂ. തെല്ലന്തി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. കന്യാകുമാരി ജില്ലയിലാണ്. ഇനിയിപ്പോ എനിക്ക് പറഞ്ഞ സ്വാമിയാർ മഠമുണ്ട്. ഇത് കഴിഞ്ഞ് മാർത്താണ്ഡം അക്കര കഴിഞ്ഞ് സ്വാമിയാർ മഠമുണ്ട്. സ്വാമിയാർ മഠത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകാനായിട്ടാണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. കളിയിക്കവിള കേട്ടോ. പണ്ട് ഈ കൊറോണ സമയത്തൊക്കെ ഇവിടെയാണ് ബസ്, നമ്മളെ കേരള ബസ് നിൽക്കുന്നത്. അങ്ങോട്ട് പോകില്ലായിരുന്നു. കളിയിക്കുള ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ കുറച്ചൊരു ഫ്രണ്ടിലോട്ടാണ്. ഈ കൊറോണ സമയത്തെല്ലാം തമിഴ്നാട്ടിലോട്ട് വണ്ടി പോകായിരുന്നപ്പോ ഇവിടെയായിരുന്നു വണ്ടികളെല്ലാം അങ്ങോട്ട് പാർക്ക് ചെയ്യുന്നതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കളിയിക്കവിള ജംഗ്ഷൻ ആയിട്ടോ. കളിയിക്കവിള ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിലാണ് കേട്ടോ. ബസ് സ്റ്റാൻഡ് ബ്ലോക്കായി. നേരത്തെ ഇങ്ങോട്ട് അവിടെ നിന്നൊക്കെ വന്നപ്പോഴൊന്നും നല്ല ഉദയംകുളങ്ങര നമ്മൾ അങ്ങോട്ടൊന്നും വലിയ ബ്ലോക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ കളിയിക്കുളത്തിപ്പം ബ്ലോക്കായി. നമ്മൾ റോങ് സൈഡ് കൊണ്ട് കയറാണ്. എവിടെയാണ് ഇപ്പൊ ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് ചന്ത മാർക്കറ്റൊക്കെ ഉള്ള എവിടെയാണ് ഇപ്പൊ പണി നടക്കണം. ഇവിടെ അതന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ പണി എന്താ നടക്കുന്ന കേട്ടോ. അതുകൊണ്ട് ആ സൈഡിലാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് കേട്ടോ. മാർക്കറ്റ് ഉണ്ട് കേട്ടോ. മാർക്കറ്റ് ഇതാ. ഞാനിപ്പോ മഴയിലും വേണമെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. കോട്ടൊന്നും എടുക്കാനാണ് വന്നത്. റെയിൻ കോട്ടൊന്നും എടുത്തില്ല. കുഴപ്പമില്ല. മഴയത്ത് നനഞ്ഞോണ്ടെങ്കിൽ പോവാം. അതൊരു ഡ്രൈവ് ചെയ്യുന്നതിനൊരു സുഖമാണ് കേട്ടോ. ഞാൻ എന്റെ വണ്ടിയില്ല, ഞാൻ ഈ ബൈക്കില് ഞാനിപ്പോ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഈ ബൈക്കിലാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ ബോർഡർ കഴിഞ്ഞിറങ്ങി. ഇതിപ്പോ ഇത് തമിഴ്നാടാണ്. ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നത്. എന്തോ ഒരു ആർച്ച് പോലെയൊക്കെ കെട്ടി കേട്ടോ. രസമുണ്ട് കേട്ടോ. ആർച്ച് പോലെയൊക്കെ കെട്ടി എന്താണെന്ന് അറിയില്ല. ഈ തെല്ലന്തി എന്ന സ്ഥലത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് പേര് എത്തുന്നുണ്ട്. കൂടുതൽ ഫാമിലി കുറവാണെന്ന് തോന്നുന്നു. കൂടുതൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരൊക്കെയാണ് പയ്യന്മാരൊക്കെയാണ് വന്ന് അടിച്ചു പൊളിക്കാൻ. കാരണം കുളിക്കാനൊക്കെ നല്ല സൗകര്യം അവിടെ. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാവരും അങ്ങനെ പോകുന്നു. ഇനി മാർത്താണ്ഡത്തെ സ്വാമിയാർ മഠത്തിന്റെ അവിടെ ചെന്നിട്ട് ഒന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് കറക്റ്റ് 2 വഴിയുണ്ട്. ഒന്ന് നാറൂരിൽ പോയിട്ടും പോവാം, അല്ലാതെ ഈ സ്വാമിയാർ മഠത്തിന്റെ അവിടെ തിരിഞ്ഞ് പോകാൻ ഒരു വഴിയുണ്ട്. അങ്ങനെയാണ് ലൊക്കേഷനിലേക്ക് കാണിച്ചത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ദൂരം കുറവാണ്. അപ്പൊ അവിടെ കൊണ്ട് അവൻ ഒരു ബൈക്കുകാരൻ ചീത്ത പിടിച്ചായിരുന്നു. റോഡിൽ നടുക്ക് വെച്ചോണ്ടിരിക്കുന്നു, പോകുന്നില്ല. പിന്നെ അതാണ് ഞാൻ കയറി പോകാൻ പറഞ്ഞത്. ഈ ഹൈവേയിൽ കാമ്പിഴ ഒരു വണ്ടി പെട്ട് വരും. നടുക്ക് വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വരും. നടുക്ക് വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പാടാണ്. ഇതൊരു നല്ലൊരു ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ചൂടൊന്നുമില്ല. പ്രത്യേകിച്ച് പിന്നെ മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കാണുന്നുണ്ട്. അതാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. ആരെയും കണ്ടൊന്നുമില്ല ഇവിടെ. തമിഴ്നാട്ടില് ഹെൽമെറ്റ് ഒന്നും വലിയ ബാധകമൊന്നുമില്ല. മിക്കവർക്കും ഹെൽമെറ്റ് ഒന്നും ഇല്ല. കുറച്ച് പേര് മാത്രമേ. ഇത് കുരുത്തര ജംഗ്ഷൻ ആയിട്ടോ. കുരുത്തര ജംഗ്ഷൻ. ഈ കുരുത്തര ജംഗ്ഷനിൽ നിന്നാണ് തിരിയണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ചോദിക്കേണ്ടി വരും. ലൊക്കേഷൻ കാണിച്ചതൊന്ന് ഫ്രണ്ടിലോട്ട് പോയി ചോദിക്കും. ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ തോന്നുന്നു. ഇവിടെ എല്ലാം ബ്ലോക്കാണ്. അങ്ങോട്ടെങ്കിലും ഒതുക്കിയിട്ട് ചോദിക്കും. ഇവിടെ ബസ്സിന്റെ ഇതും കൂടെ ഉണ്ട്. അതാണ് കേട്ടോ. ബസ് സ്റ്റോപ്പും കൂടെ ഉണ്ട്. അതാണ് ഇത്ര ബ്ലോക്കായത് ഇവിടെ. അവരൊരു ഓട്ടോ നിൽക്കുന്നു. പുള്ളിയോട് ചോദിച്ചു നോക്കാം. ഇവിടെ ഈ സ്വാമിയാർ മഠം സ്ട്രൈറ്റ് എന്നാണ് പറഞ്ഞത്. ബ്ലോക്കില്ലെങ്കിൽ ഞാൻ വിട്ടു പോയിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ബ്ലോക്കാണ് ഇവിടെ. ഇവിടെയാണ് ആ പാലം, ഒരു പുതിയ പാലമുള്ളത്. പാലത്തിന്റെ അടിയിൽ കൂടെയും പോകാറുണ്ട്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോകുന്നതാണ് ഞാൻ ഇവിടെ ചിതറാളം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെയാണ്. ഞാനിപ്പോ പോകുന്നത്
പാലത്തിന് മേളിൽ കൂടെ പോകുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പട്ടണം ലെഫ്റ്റിലോട്ട് സ്ട്രൈറ്റ് കന്യാകുമാരി. എന്റെ ബോർഡ് കണ്ടുകൂടാ, മരം നിൽക്കുന്നുണ്ട് കണ്ടുകൂടാ. തിരുനെൽവേലി, അത് സ്ട്രൈറ്റ് തന്നെ, എന്റെ സ്ട്രൈറ്റ് ആണ്. ഒരു ലോറി നോക്കി എന്റെ അമ്മ ഒരു ഫുൾ ഇടിച്ചേട്ടാ. അതിലൊന്നും ഇല്ല ഇനി. ഇതെനിക്ക് നൈറ്റിൽ വല്ല പിടിച്ചതായിരിക്കും. നിങ്ങൾ അവിടെ കണ്ടാണ്, അവിടെ കിടന്ന അപ്പുറ സൈഡിൽ അതിന്റെ ബോഡി മൊത്തം പോയി. ബാക്കിലെത്തത് കാണാനില്ല. അതൊക്കെ എല്ലാം പോയി. മാർത്താണ്ട് പാലം ഇറങ്ങുന്നില്ല, പാലം തീരുന്നിട്ടാണ് കേട്ടോ. അവിടെ നല്ല ബ്ലോക്കാണ്. ഇനി അടുത്ത ജംഗ്ഷൻ വരെ ബ്ലോക്ക് ആവാൻ ചാൻസ് തോന്നുന്നു. പാലം വരെ വണ്ടി ഉണ്ടെങ്കിൽ കിടപ്പുണ്ട്. ഇവിടെ സ്വാമിയാർ, അത് മാർത്താണ്ഡം കഴിഞ്ഞ സ്വാമിയാർ മഠമായ കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണമെന്നാ പറയുന്നത്. ഇവിടെ നോക്കട്ടെ ഇങ്ങോട്ടെ. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല. ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് പോവാം. ഓട്ടോക്കാർ നിൽക്കുന്നുണ്ട്, ചോദിക്കും. ഇത് സ്വാമിയാർ മഠം അല്ലേ ഇത്? ഇത് നമുക്ക് തെല്ലന്തി എന്ന സ്ഥലമുണ്ട് പോകാൻ വേണ്ടി വഴി. തെല്ലന്തി. അതിന് സ്വാമിയാർ മഠത്തിന്റെ അവിടെ നിന്ന് തിരിയാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ കാണിച്ചു. അങ്ങനെ ചിത്രംകോട്. എത്ര വരും? 6 മലയിലേക്ക് 6. എത്ര? ഗൂഗിൾ മാപ്പ് വീട്ടില്ല, നേരത്തെ ഇട്ടായിരുന്നു, ഇപ്പൊ ഇട്ടില്ല. അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ അവര്. തെട്ടുവിള. എല്ലാവർക്കും തെട്ടുവിള അല്ലേ? തെട്ടുവിള. ഓക്കെ. ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് നേരെ ചിത്തിരങ്കോട്. നിങ്ങൾക്കൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഈ സ്വാമിയാർ മഠത്തിന് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ചിത്തിരങ്കോട്. ഈ തെല്ലന്തി എന്ന് എല്ലാവർക്കും അത്ര അറിയില്ല എന്നാണ് പറയുന്നത്. ആ ഓട്ടോ പൈനാണ് പറഞ്ഞത് തെല്ലന്തി എന്ന് പറഞ്ഞത്. അപ്പൊ തെട്ടുവിള എന്നാണ് ആ മലയുടെ പേര്, തെട്ടുവിള. ഇതിൽ അവിടെ നല്ല രസമുള്ള ഒരു സ്ഥലം എന്നാണ് അറിയാൻ കഴിഞ്ഞായിട്ട്. കാരണം ഈ മലയുടെ മേളിലാണ് ഈ വെള്ളം ഉള്ളത്. പിന്നെ അതൊരു കാണാൻ നല്ല ഭംഗി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിന്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ്, നല്ല ഭംഗി. അയ്യോ, സൗണ്ട് ഒരു സ്പീക്കറൊക്കെ കയറ്റി പോകണം. അതിൽ പുക ഉണ്ടോ? എല്ലാരും മുഖം പൊത്തിക്കൊണ്ടാണ് പോകുന്നത്, അത്രയും പുകയാണ്. ഞാൻ ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് നേരത്തെ ഇട്ട് നോക്കിയതാണോ എങ്ങനെയാണെന്നുള്ളത്. പിന്നീട് ഇട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ ഫോണിലാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിൾ മാപ്പ് ഇടാൻ വേറെ ഫോണില്ല. അതുകൊണ്ട് അത് നോക്കാം. അല്ലെങ്കിൽ അത് വെച്ച് നോക്കിയാൽ അങ്ങനെയാണ്. ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു നമുക്ക്, അല്ലാതെ തന്നെ അങ്ങ് പോയായിരുന്നു. ഈ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടും കൂടെ പറ്റാത്തത്. ചെട്ടിത്തറവിളൈ എന്നാണ് അവിടെ ഒരു ബോർഡ് ഉണ്ട്. ചെട്ടിത്തറവിളൈ. പൊതുവെ തമിഴ്നാട്ടിലെ കൂടുതൽ അവർ തമിഴിലാണ് ഈ ബോർഡ്, ഇംഗ്ലീഷിലൂടെ അവർ എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തമിഴ് എത്ര വിഷയത്തിൽ വായിക്കാൻ പിന്നെ ഭയങ്കര സ്ഥലം കണ്ടുപിടിക്കാൻ പാടാണ്. ഈ കടകളുള്ള ബോർഡിൽ നിന്നും അവർ കൂടുതൽ തമിഴിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇംഗ്ലീഷിൽ കുറവാണ്. ചിത്രംകോട് തന്നെ 3 കിലോമീറ്റർ ഉണ്ട്. തിരുവട്ടാറ് ലെഫ്റ്റിലോട്ട് 6 കിലോമീറ്റർ. അഴകിയ മണ്ഡപം 5 കിലോമീറ്റർ. സ്ട്രൈറ്റ് ചിത്രംകോട്. ലെഫ്റ്റ് പോകണം, റൈറ്റ് പോകണം അഴകിയ മണ്ഡപം, മറ്റേത് തിരുവട്ടാറ് ലെഫ്റ്റ് പോകണം, അങ്ങോട്ടാണ്. സ്ട്രൈറ്റ് ചിത്രംകോട്. ഈ റൂട്ട് തന്നെ കേട്ടോ. ഞാൻ അവിടെ വന്നപ്പോ ഈ പുള്ളിയെ കണ്ടപ്പോ പെട്ടെന്ന് വണ്ടി മനസ്സിലായത്. ബാക്ക് ചെയ്തൊരു ടിപ്പർ കണ്ട പോകുന്ന ടിപ്പർ, അത് തന്നെ തട്ടി നമ്മളോട് പോയത്. അത് നല്ല സ്പീഡായിരുന്നു. ഞാൻ പെട്ടെന്ന് ചവിട്ടിയത് ആ പുള്ളി ചോദിക്കാൻ വേണ്ടി. നീ ഇവിടുന്ന് നേരെ ചെന്നൊരു തടിക്കാൻ പോകണം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് പിന്നെ റൈറ്റ് തിരിയും. കൊടിവെച്ച കാറിൽ പോകണം. പ്രസിഡന്റ് കൊടിവെച്ച കാറിലൊക്കെ പോകണം. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയാൽ വേണ്ട, മലയും വേണ്ട ദിവസം നോക്കിയാൽ ഇവിടുന്ന് കാണാം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. എന്നിട്ട് വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം ഈ ചാനൽ വഴി പോകുന്നുണ്ട്. ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ ഭയങ്കര സ്മെല്ല് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. കാരണം ഇവിടെ ആൾക്കാർ വളരെ കുറവുണ്ട് ഈ ഭാഗത്തോട്ട്. ഇവിടെ റബ്ബറും ഉള്ളു. ചില 1-2 വീട് മാത്രം ഇരിക്കുന്നുണ്ട്. ഒരുപാട് വേസ്റ്റ് കൊണ്ടിട്ടേക്കണം അവിടെ. 2 വശം റബ്ബറാണ്. റബ്ബറിന്റെ നടുക്കൂടെയാണ് പോണത്. നല്ലൊരു തണുത്ത കാറ്റ് കൊണ്ട് ഇവിടെ കൂടെ ഈ റോഡിൽ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്ന ടിപ്പറാണ്. എനിക്ക് ഇവിടെ എന്തെങ്കിലും വല്ല പാറമടയോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും. ഒരുപാട് ടിപ്പറാണ് പോകുന്നത്. വേണ്ട പിന്നെ ഒരു വരുന്നത് ഒക്കെ എല്ലാം നല്ല സ്പീഡിലാണ് അവർ പോകുന്നത്. അവിടെ കണ്ട ഇത് കണ്ട റബ്ബർ കാണിച്ചു തരാം. ഇത് റബ്ബറിന്റെ ഇതെല്ലാം ഇളക്കിയിട്ട് അടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇവിടെ റബ്ബറിന്റെ കൂടെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഒരു സൈഡിൽ ഫുള്ള് നട്ടിട്ടിരിക്കുന്നത്. ഇതിപ്പോ റബ്ബറെല്ലാം ഇളക്കി മാറ്റിയത്. ഇതിവിടെ ഞാനിവിടെ ഒരു ജംഗ്ഷനിൽ എത്തി കേട്ടോ. ഇവിടെ ചോദിക്കണം ആരുടെങ്കിലും ഒന്നുകൂടെ. പുള്ളിയോട് ചോദിക്കാം. അയാൾ പറഞ്ഞ പുള്ളിക്ക് അറിയാമോ സ്ഥലം ചോദിച്ചു നോക്കാം. ഇവിടെ ജംഗ്ഷനാണ്. ഇവിടെ തെല്ലന്തി എന്നാണ് സ്ഥലമാണ്. തെല്ലന്തി
അതിനൊരു വെള്ളമൊക്കെ ഉള്ള മലയാളം കൂടി വെള്ളമൊക്കെ ചാനലിൽ കൂടി വെള്ളമൊക്കെ ഒഴുകുന്ന അതാണ് തെല്ലന്തി. ചെല്ലന്തി ചെല്ലന്തി ചെല്ലന്തിരുത്തി എന്നാണ്. ആ അത് ഓക്കെ. ആ ഇതിനിപ്പോ പേര് 2-3 ഉണ്ടോന്ന് തോന്നുന്നു. തെല്ലന്തി എന്നല്ല അവര് പറഞ്ഞത്, വേറൊരു പേര് പറയണത്. ഇതിനെ കുറച്ചിട്ട് പെണ്ണോട്ട് ചെല്ലുമ്പോ ഒരു വലിയൊരു ബോർഡുണ്ടെന്നാണ് പറയണത്. ഇവിടെ പലരും പല പേരാണ് പറയണത് ഇവിടെ ചോദിക്കുമ്പോൾ. ഓട്ടോക്കാരൻ പറഞ്ഞ വേറൊരു പേരും. ഇത് ആക്ച്വലി തെല്ലന്തി എന്നല്ല ഇത് അറിയപ്പെടുന്നത്. ഇത് ആരോ തെല്ലന്തി അങ്ങനെ ആക്കിയതാണ്. അവൻ കൈ കാണിക്കണ്ട, കയറ്റണോ? ഒരു പരിചയമില്ല. ഇല്ല ഒരു പരിചയമില്ല, കയറ്റിയാലേ ശരിയാവൂല. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണമെന്നാണ് തോന്നാട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ചോദിച്ചു നോക്കാം. തെല്ലന്തി സ്ഥലമാണ്. തെല്ലന്തി തെല്ലന്തി ആ അങ്ങ് പോണോ? ഒരു ആൾക്കാർക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളമൊക്കെ ഒഴുകി പോകുന്ന സ്ഥലം ഉണ്ടല്ലോ. ആ വെള്ളം ഒഴുകി പോകും, കുളിക്കാനൊക്കെ പോകും. ദർശനം കോപ്പ്, ദർശനം തോട്, ദർശനം കോപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. ദർശനം കോപ്പ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. ഇവിടെ ദർശനം കോപ്പ് ഇതാണോന്ന് അറിയില്ല. ദർശനം കോപ്പ് ഇതാണ് ദർശനം കോപ്പ് കേട്ടോ. ഒരു സാധാരണ ഒരു സ്ഥലം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ എന്നാ പറയുന്നത്. ഇവിടെ അവിടെ നിന്ന് ചോദിക്കാം. പിന്നെ തെല്ലാന്തി ആ ബസ് കയറണ വഴിയാ. ബസ്സൊക്കെ കയറി പോകുന്നു കേട്ടോ. ഇവിടെ സ്ഥലമുണ്ട്. ചെറിയ റോഡ്. ഞാൻ പിന്നെ ഇവിടെ മിക്കവരോട് ചോദിക്കും കേട്ടെ. 1 കിലോമീറ്റർ എത്തുമ്പോൾ ഞാൻ ചോദിക്കും. കാരണം ഞാൻ ചോദിച്ചു പോകുന്നത് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങോട്ട് കറങ്ങണ വെറുതെ ചുറ്റി അത്രയും സമയം. ഇനിയിപ്പം തെല്ലാന്തി അവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. അതിൻ്റെ അടുത്ത് ആടെ മാറാടെ റോഡ് നിൽക്കുന്നത്. ഓ ഇങ്ങോട്ടോ പോ. 2 സൈഡിലും നെൽകൃഷി ഉണ്ട് കേട്ടോ. അതിൽ നെല്ല് നട്ട് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് അത് പകുതി ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നില്ലേ, ആ കുളത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ രൂപം കണ്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് ഒരു ആരോ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. കണ്ടോ, ഇവിടെ നിന്ന് ആണ് ഇങ്ങോട്ട് കയറി പോകാനുള്ളത്. കണ്ടോ, ഇതുവഴി കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്ന് ഒരു കയറ്റം കയറിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഇവിടെ വന്ന് തെറ്റൊന്നുമില്ല നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഈ അതുവഴി ഇങ്ങനെ കയറി മേളിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ കുളത്തിൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അതായത് നോക്കി നേരെ കണ്ടോ, അവിടെ ഒരു പള്ളിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ടുണ്ട് ആ ഭാഗത്തൊരു പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്, നല്ല സൈലൻ്റ് ആയിട്ട്. പിന്നെ ഞാൻ വിളക്കിപ്പോൾ കണ്ടു. ഞാൻ ഇനി ഇപ്പുറത്ത് കുളത്തിൻ്റെ കുറച്ച് അടുത്ത് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇവിടെ ചെറിയൊരു അമ്പലത്തിൻ്റെ പോലെ ഉണ്ട്. എന്തോ വിളക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഉണ്ടോ? അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ വണ്ടിയെ കണ്ടുകൊണ്ടാണ് പരിചയപ്പെട്ടല്ലേ. വണ്ടി കണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് എവിടെ പോകുന്നുണ്ടോ? അതെ, ഞാനും അങ്ങനെ വന്നു തന്നെ. ഇല്ല പോയില്ല. ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ ചെറിയൊരു പോകുന്ന വഴിക്ക് ഇടത്തോട്ട് പോയാൽ മതി. കുളിക്കുന്ന കാണാൻ പറ്റും. പേരെന്ത്? ഇവിടെ നെല്ലുമൂട് ഉച്ചക്കട. ഞാൻ മംഗലത്തോണം. ഉച്ചക്കട പൈറ്റോടെ. ഞാൻ മംഗലത്തോടെ നിന്ന് മറ്റേ ആ ഒരു കോവിൽ അമ്പലം ഉണ്ടല്ലോ, മുടുപ്പുര. അവിടെ നിന്ന് ഇറക്കാറും അവിടെ ലാസ്റ്റ് താഴത്തുള്ളൂ. ഫുഡ് കഴിച്ചില്ല. ഇനി കൊണ്ട് ഇവിടെ മാത്രം തന്നെ. ഇവിടെ ഒന്ന് കവർ ചെയ്തിട്ട് നോക്കാന്ന് വിചാരിച്ചു എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങോട്ട് പോയിട്ട് ഇടത്തോട്ട് ഒരു പയ്യന്മല്ല അവിടെ നിൽക്കുന്നുണ്ടാവും. 2-3 കണ്ണ് പിടിക്കുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഇടത്തോട്ട് ഒരു കോൺക്രീറ്റ് കടമുണ്ട്. മുകളിലോട്ട് കയറുമ്പോൾ അത് തന്നെ. ആ വണ്ടിയൊക്കെ ഇപ്പൊ എത്തിയാണ് മുകളിൽ പയ്യന്മല നിൽപ്പുണ്ട്. കാണാൻ പറ്റും. ആരും പറഞ്ഞാലും പറഞ്ഞു. തെല്ലന്തി എന്നുള്ള സ്ഥലത്ത് എത്തിയോട്ടോ. ഇവിടെ ഒരുപാട് പേര് കുളിക്കാനൊക്കെ കൊണ്ടു. ഇവിടെ കുറച്ച് ഉള്ളിലോട്ടാണെന്നേ ഉള്ളൂ. ഞാനൊക്കെ ആ ഫ്രണ്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ താഴെ ഒരു വീഡിയോ എടുത്തില്ലേ, ഒരു കുളം ഒന്ന് കാണിച്ചു തന്നില്ലേ. ആ കുളമാണ്. ആ കുളത്തിന്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറിയാൽ ഒരു 5 മിനിറ്റും വേണ്ട. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള അതാണ് വഴി കേട്ടോ. ഈ വഴി കൂടെ കയറി ഇവിടെ മൊത്തം വെള്ളം ഒഴുകുന്നുണ്ട്. മേളിൽ നിന്നുള്ളതാണ്. ആ വഴിയുണ്ട്. അവിടെ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ദാണ്ട മേളിലോട്ട് പോകണ്ട.
അവിടെ കാറക്കടവ് എൻ്റെ ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം. അപ്പം അവിടെ നിന്നുള്ള കാഴ്ച നോക്കി എന്തൊരു രസം നോക്കിയാൽ ഇവിടെ ഈ മാവാണ് കേട്ടോ നല്ല കാണുന്നതെല്ലാം മാവാണ്. അപ്പോൾ ഇതൊരു മേളിൽ നിന്നുള്ള വെള്ളം ഒലിച്ച് വരുന്നുണ്ട്, അവിടെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. മേളിലോട്ടുള്ള അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് നോക്കാം. ആക്ച്വലി ഞാൻ ഇങ്ങ് മേളിൽ കയറി കേട്ടോ. ഇതാണ് വല്ല ഒഴുക്കാണ് കേട്ടോ. പിന്നെ നീന്താൻ അറിയാത്തവർ എന്തായാലും ഇവിടെ വരാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇത് ഒരാൾ ഇറങ്ങിയാലും പിന്നീട് എടുത്ത് നമ്മളൊരാളെ പിടിച്ചാലേ കയറാൻ ഒക്കുള്ളൂ കേട്ടോ. അത്ര എനിക്ക് ഒന്നാമത് നീന്താൻ അറിഞ്ഞൂടാ. പിന്നെ അതൊരു ഇപ്പുറം ഇത്രയും വഴിയേ ഉള്ളൂ കണ്ടോ. അപ്പോൾ നടന്നു പോകാൻ വേണ്ടി അത് സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ തട്ടയാണെങ്കിൽ അങ്ങ് വരും. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുണ്ട് അവിടെ അവർ ഇരിക്കും, നീന്തി അവരങ്ങ് പോയതായിരിക്കും. ഒന്നുകൂടെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കുറച്ച് കാഴ്ചയുണ്ട്. കാരണം വെള്ളം നല്ല സ്പീഡിലാണ് വെള്ളം. നമുക്ക് തോന്നുന്നു ഇങ്ങനെയാണ് സ്പീഡ് കുറവാണെന്ന്, പക്ഷേ അങ്ങനെയല്ല. നല്ല സ്പീഡിലാണ് വെള്ളം പോകുന്നത്. അല്ല ദൂരെ അവിടെ എന്തോ ഒരു പള്ളി അമ്പലം എന്തോ കാണുന്നുണ്ടോ, എന്തോ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. കണ്ടില്ലെങ്കിൽ ഇത് മിസ്സാവും. നല്ലതായിട്ട് നീന്തലിറങ്ങി മാത്രം ഇവിടെ വന്ന് ഇതിനകത്ത് ഇറങ്ങുക. എന്നിട്ട് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ പിടിച്ചേ കയറാൻ നോക്കുള്ളൂ. കണ്ടോ അവർ അവിടെ ഇരുന്ന പയ്യന്മാരെ കണ്ട അവരവിടെ വന്ന് നീന്തിനാണ്ട് ചാടുന്നുണ്ട്. ഇത് കരയിൽ എവിടെ നിന്ന് കുളിക്കാൻ പറ്റും, ഞാൻ കുളിച്ചേ. ഇതിൻ്റെ അപ്പർ സൈഡ് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ പോകാൻ പറ്റുമെങ്കിൽ ഇത് ക്രോസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഒരു പയ്യനെ എല്ലാവരും കൂടി ചേർന്ന് പിടി കാലിലെടുത്തുണ്ടോ വയ്ക്കുന്നുണ്ട്. അവരെടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്താൻ ഏകദേശം 2-2.5 മണിക്കൂർ വേണം. ഞാൻ 2.5 മണിക്കൂർ എടുത്തു കേട്ടോ. 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ കുറച്ച് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിപ്പോയി. അത് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മുടുക്ക് റോഡ് ചെറിയ റോഡായപ്പോൾ അത് ഭയങ്കര ഡബിട്ടായത്. അങ്ങനെ പിന്നെ ഞാൻ എല്ലായിടത്തും ചോദിച്ചു വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടോ, പക്ഷെ കുളിക്കണമെന്നുള്ള ഭയങ്കര ഇല്ല. ഞാൻ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നു കുളിക്കണമെന്നുണ്ട്. പക്ഷെ കുളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുറവുണ്ടായിരുന്നെങ്കിൽ എന്താ. ഇതിപ്പം 2 ആൾ പൊക്കം വെള്ളം ഉണ്ടെന്നാണ്. അതുമല്ല നല്ല വെള്ളം ഒഴുക്കാണ്. അപ്പം നമുക്ക് നീന്തി അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നീന്തി പോകണം. അവർ നീന്തി അവിടെ പോയിട്ടുണ്ട്. നീന്തി പോയി തിരിച്ചിവിടെ വരണം ആ ഭാഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ പിടിക്കണം, അങ്ങനെ വേണം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് ഇറങ്ങുന്നില്ല. നിങ്ങളാരെങ്കിലും വരെങ്കിൽ തന്നെ നീന്താൻ അറിഞ്ഞുകൂടെങ്കിൽ എന്തായാലും ഇവിടെ വരുക, സ്ഥലം കാണുക, എൻജോയ് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾ റിസ്ക് എടുക്കരുത്. അത്രയും ഒഴുക്കുണ്ട് ഇവിടെ നിന്ന്. ഇത് ഒഴുകി അങ്ങ് പോകണം, അങ്ങോട്ട് ആ സൈഡിലോട്ട് ഇവിടെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഭയങ്കര പോകുന്നുണ്ടോ അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എന്തായാലും ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ ഫുഡൊന്നും കൊണ്ടുവന്നില്ല. ഫുഡ് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് കഴിയാൻ ലേഡീസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ലേഡീസും വരുന്നുണ്ട് കേട്ടോ. ഫാമിലിയായിട്ട് വരുന്നുണ്ട്. കാറ് 2-3 താഴെ കിടപ്പുണ്ട്. അപ്പോൾ അവർ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ അതിനേക്കാളും തിരക്കായിരിക്കും എന്ന് പറയുന്നത്. പോകുന്നുണ്ട്. ഓക്കെ സൂപ്പറായിരിക്കും. യൂട്യൂബ് ചാനല്. ഓക്കെ ഫുഡ് സാപ്പിടുക. അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുവന്നവരവിടെ കഴിക്കാൻ. ഞാൻ ഫുഡ് എന്തെങ്കിലും വെള്ളമെങ്കിലും വാങ്ങിക്കാനുള്ളായിരുന്നു. ഇങ്ങോട്ട് വെള്ളമൊന്നും കിട്ടുന്നില്ല. എന്തായാലും നല്ലൊരു കാലാവസ്ഥയും നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുളിക്കണമെന്നുള്ളത്. പക്ഷേ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴേ ഇവിടെ നാറോലിന് 13 കിലോമീറ്ററേ ഉള്ളൂ. 13 കിലോമീറ്റർ നാറോൽ ആവും. 30 കിലോമീറ്റർ എന്താ അടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കന്യാകുമാരിയിൽ പോകാൻ പറ്റും. അപ്പോൾ അത്ര അടുത്താണ് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി. ഞാൻ സ്വാമിയാർ മഠം അതുവഴി കയറി ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നാറോൽ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും. അത് കുറച്ച് ചുറ്റാണെന്ന് പറയാം. വലിയ ചുറ്റല്ല, എന്നാലും കുഴപ്പമില്ല. ഇത്രയും ഒരു വലിയ പ്രയാസം വരില്ല. അതെനിക്ക് തോന്നുന്നു വരാൻ വേണ്ടി. കാരണം എന്തായാലും ഒരു അടിപൊളിയായിട്ടും ഫാമിലിയായിട്ടും വന്ന് കുളിക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് കുളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അങ്ങോട്ട് വന്നിട്ട് ആ സൈഡിലോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റും. നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു.
അപ്പം ഒരുപാട് ഞാനിപ്പോൾ നിൽക്കത്തന്നെ കേട്ടോ, ഒരുപാട് ഫാമിലീസ് എന്നെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ വേറെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു വഴിയാണ്, കാരണം ഇത്രയുള്ള വഴി ഒരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യണം. ആ പാസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയാസമുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് താണ്ട ഞാൻ കാണിച്ചത്. താണ്ട ഈ റോഡ് ഇതുവഴി അങ്ങോട്ട് കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ നേരത്തെ ഒരാൾ പോയി പറ്റില്ല, എൻ്റെ ഇവിടെ സംസാരിച്ച് ഫുഡാക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ കഴിച്ചിട്ട് തിരിച്ച് താണ്ട് ഇതുവഴി ഇറങ്ങി വരാം. അതാണ് ഈ വഴിയുണ്ട്, ഈ വഴി ഇറങ്ങി നമുക്ക് ചെന്ന് അങ്ങ് പോവുകയും ചെയ്യാം. ഇതുവഴിയൊക്കെ വന്ന് കയറുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കയറുന്നുണ്ട്. എന്തായാലും ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അല്ലേ? അടിപൊളി സ്ഥലം. ഇനി അടുത്തൊരു അടിപൊളി സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം.